വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് സ്നേഹമില്ലെങ്കിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 13-1 ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമെന്ന കൈത്താളമോ അത്രേ. സ്നേഹം ഒരു ദിവ്യ ഭാഷയാണ്. ഊമർക്ക് പോലും അത് സംസാരിക്കാൻ കഴിയും. ബധിരർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. സ്നേഹം ത്യാഗങ്ങൾ ചെയ്യുന്നു. സ്നേഹം പ്രോത്സാഹിപ്പിക്കുന്നു. സ്നേഹം പുനഃസ്ഥാപിപ്പിക്കുന്നു. സ്നേഹം ഹൃദയത്തിൽ മായാത്ത മുദ്രകൾ പതിപ്പിക്കുന്നു. അവസാനം സ്നേഹം മാത്രമാണ് വിജയം നേടുന്നത്. മനുഷ്യ സമൂഹത്തെ ഒന്നിച്ചു നിർത്തുന്ന ഒരേ ഒരു ശക്തി സ്നേഹം മാത്രമാണ്. മക്കളോടുള്ള സ്നേഹം നിമിത്തം മാതാപിതാക്കൾ മനസ്സോടെ സുഖസൗകര്യങ്ങൾ, ഒഴിവു സമയവും സമ്പത്തും ത്യജിക്കുന്നു. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്ന ഒരു കൊച്ചു പെൺകുട്ടി തന്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ അമ്മയ്ക്ക് സന്തോഷത്തോടെ ഒരു പുഷ്പം നൽകുന്നു. അമ്മയുടെ ഹൃദയം ആനന്ദത്താൽ നിറഞ്ഞൊഴുകുന്നു. സ്നേഹം അവരുടെ ബന്ധത്തെ കൂടുതൽ ആഴത്തിലാക്കുന്നു. മനോഹരമായ ഒരു വീട് പണിയാൻ ഒരു ഭർത്താവ് രാവും പകലും അധ്വാനിക്കുന്നു. അവൻ അതിന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പേരിടുകയും ചെയ്യുന്നു. ഈ വീട് നിങ്ങൾക്കുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അവൻ പ്രവൃത്തിയിലൂടെ തന്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നു. ഭാര്യ അളവറ്റ സന്തോഷത്താൽ ആനന്ദിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പലതരം സ്നേഹങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. മാതാപിതാക്കൾ നമ്മെ സ്നേഹത്താൽ വളർത്തുന്നു. സുഹൃത്തുക്കൾ നമ്മോട് സ്നേഹം കാണിക്കുന്നു. സഹപാഠികൾ നമ്മെ പരിപാലിക്കുന്നു. ബന്ധുക്കൾ നമ്മുടെ മേൽ സ്നേഹം ചൊരിയുന്നു. ചിലതരം സ്നേഹം ഒരു ചെറിയ സമയത്തേക്ക് മാത്രം സന്തോഷം നൽകുന്നു. ചില സ്വാർത്ഥ സ്നേഹങ്ങൾ വഞ്ചനപരമായി പറ്റിപ്പിടിക്കുന്നു. ചില വ്യാജ സ്നേഹപ്രകടനങ്ങൾ ആഴത്തിലുള്ള നിരാശ നൽകുന്നു. എല്ലാ ലൗകിക സ്നേഹരൂപങ്ങളെയും ഒരു തുലാസിൽ വയ്ക്കുക. മറുവശത്ത് 1 കൊരിന്ത്യർ 13 വിവരിച്ചിരിക്കുന്ന ദിവ്യ സ്നേഹത്തെ സ്ഥാപിക്കുക. ദിവ്യ സ്നേഹം അവയെല്ലാം മറികടക്കുന്നുവെന്ന് നിങ്ങൾ കണ്ടെത്തും. ക്രിസ്തുവിന്റെ സ്നേഹവുമായി മറ്റൊരു സ്നേഹത്തെയും താരതമ്യം ചെയ്യാൻ കഴിയുകയില്ല. യഥാർത്ഥ സ്നേഹം ആവശ്യപ്പെടുന്നു, എനിക്കൊന്നുമില്ലെങ്കിലും എനിക്കുള്ളത് മറ്റുള്ളവർക്കായി ഞാൻ നൽകട്ടെ. അത് ആത്മത്യാഗപരവും ത്യാഗപരവുമാണ്. സ്നേഹത്തിന്റെ ഉന്നതിയും സ്നേഹത്തിന്റെ ആഴവും ക്രിസ്തുവിൽ വെളിപ്പെട്ടു. ഒരിടയൻ നഷ്ടപ്പെട്ട ആടിനെ ആർദ്രമായി അന്വേഷിച്ചതുപോലെ അവൻ നമ്മെ അന്വേഷിച്ച് നമ്മെ വീണ്ടെടുത്തു. എഴുതിയിരിക്കുന്നത് പോലെ സ്വന്തം ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. കാൽവറിയിൽ നമ്മെ സ്വന്തമാക്കാൻ അവൻ തന്റെ ജീവൻ നൽകി. ദൈവമക്കളെ, നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്നേഹം എത്ര അതുല്യവും അസാധാരണവുമാണ്. നമ്മോടുള്ള അവന്റെ സ്നേഹം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യോഹന്നാൻ 15-12-13 ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം എന്നതാണ് എൻ്റെ കൽപ്പന. തൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ആർക്കുമില്ല. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യോശുവ 10-11-12 വൈകുന്നേരം ലൂക്കോസ് 1 39-56 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.